MSM സംഘടിപ്പിക്കുന്ന വൈജ്ഞാനിക സദസ്സിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ, അതിൽ നിന്നുള്ള സന്ദേശങ്ങളെ പരമ്പരകളായിക്കൊണ്ട് പഠിക്കുകയും അങ്ങനെ ആ ചരിത്രത്തെ ഉൾക്കൊള്ളാൻ ഉതകുന്ന രൂപത്തിലേക്ക് ആ പാഠങ്ങളെ പകർന്നു തരുന്നതിനുള്ള, ആ പാഠങ്ങളെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വിളമ്പുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ്, ഒരു വേദിയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അള്ളാഹു ഇത്തരം തുടക്കങ്ങൾക്കും അത് കേൾക്കുവാനും അതറിയുവാനും വേണ്ടി കടന്നു വന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇത്തരം സദസ്സുകൾ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഒരു സമൂഹത്തെ നന്നാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അത് ദിക്ർ തന്നെയാണ്. ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. തീർച്ചയായും നീ ഉത്ബോധിപ്പിക്കുക. ഉത്ബോധനം വിശ്വാസികൾക്ക് ഗുണം ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഉണ്ടായിരുന്ന ആ സ്വഹാബി വൃന്ദം എന്തുകൊണ്ട് ഉന്നതരായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവർ പ്രവാചകനിൽ നിന്ന് ഉപദേശത്തെ സ്വീകരിക്കുന്നു, പ്രവാചകനോട് ഉപദേശം തേടുന്നു, അത്തരം ദിക്റിനുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്ന സദസ്സുകളിൽ ഇരിക്കുന്നു, കൂട്ടുകാരുണ്ടാകുന്നു, നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുക. അള്ളാഹു ഇത്തരം സംരംഭങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതവും സന്ദേശവും, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അതിന് 2 ഭാഗങ്ങളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 3 ഭാഗങ്ങളായിക്കൊണ്ട് നമ്മൾക്ക് തിരിക്കാവുന്നതാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ ജനനത്തിന് കാരണമായി തീർന്ന സംഭവ വികാസങ്ങൾ, അതിനു മുമ്പുണ്ടായിരുന്ന അഥവാ മറിയം ബീവി അലൈഹിസ്സലാമയുടെ ജീവിതം. ആ ജീവിതത്തെ മനസ്സിലാക്കാതെ, ആ ജീവിതത്തെ സ്പർശിക്കാതെ ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ നമ്മൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനോ ആ ഒരു ചരിത്രത്തിന്റെ പാഠത്തെ മനസ്സിലാക്കാനോ സാധ്യമല്ല. രണ്ടാമത്തേത്, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് മുതൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയതുവരെയുള്ള കാലഘട്ടം, പിന്നീട് വരാനിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ കാലഘട്ടം, ഈ 2 കാലഘട്ടങ്ങളെയും, ഈ സന്ദർഭങ്ങളിൽ ഉണ്ടായ ചരിത്രങ്ങളെയും അവയിലുണ്ടായ സംസാരങ്ങളെയും അപഗ്രഥിക്കുകയാണ് ഈ സംസാരത്തിന്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവി അലൈഹിസ്സലാം ജനിക്കുന്നത് ഇമ്രാൻ കുടുംബത്തിലാണ്. ഇമ്രാൻ കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്കറിയാം ഇസ്രായേൽ വിഭാഗം. ആരാണ് ഇസ്രായേലർ എന്ന കാര്യം നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം. യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പുത്രന്മാരെ കുറിച്ച് നമ്മൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവരെല്ലാവരും യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിലാണ് ഇവിടേക്ക് കുടിയേറി പാർക്കുന്നത്, മിസ്റിലേക്ക്. പിന്നീട് അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഫിർഔൻ പിന്നീട് കുറച്ച് വർഷങ്ങൾക്കു ശേഷം ആദ്യകാലത്തൊക്കെ അവർക്ക് വലിയ രൂപത്തിലുള്ള അധികാരവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മാന്യതയും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കിബിത്തികൾ ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തതോടുകൂടി അവർ ഭരണസാരഥ്യത്തിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെടുകയും ഒരു അടിമ വംശത്തിന് തുല്യമായിക്കൊണ്ട് കോപ്റ്റിക്കുകൾ, ഈ പറയുന്ന കിബിത്തികൾ അവരോട് പെരുമാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലാണ് അള്ളാഹു അവർക്കിടയിലേക്ക് ഒരു പ്രവാചകനെ അയക്കുന്നത്. ആ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കടന്നുവരവാണ് ഇസ്രായേലരെ ഫിർഔനിന്റെ പീഡനങ്ങളിൽ നിന്ന്, കിബിത്തികളുടെ പീഡനമുറകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അവരെ കൊണ്ട് ചെങ്കടൽ കടന്ന ചരിത്രവും നമ്മൾക്കറിയാം. പിന്നീട് അങ്ങോട്ട് അവരിൽ നിന്ന് അനവധി പ്രവാചകന്മാരുണ്ടാകുന്നു. അവർക്കിടയിൽ ശിക്ഷയുണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നുണ്ട്. സീനാ മരുഭൂമിയിൽ ഒരുപാട് വർഷം അവർ അലഞ്ഞു തിരിയേണ്ടി വരുന്നുണ്ട്. അവർക്കിടയിൽ പിന്നീട് നമ്മൾക്ക് ജാലൂത്തിന്റെ വരവ് കാണാം, തോലൂത്തിന്റെ വരവ് കാണാം. ജാലൂത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അവർ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവിടെ അവരുടെ ഭരണം സ്ഥാപിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അവർക്കിടയിൽ ദാവൂദ് നബി അലൈഹി സ്വലാം കടന്നു വരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം കടന്നു വരുന്നു. ഒരുപാട് പ്രവാചകന്മാരുടെ പാരമ്പര്യത്തെ കുറിച്ച് അവകാശപ്പെടാനുള്ളവരാണ് യഥാർത്ഥത്തിൽ ബനു ഇസ്രായേൽ, ജൂതന്മാരെന്ന് പറയുന്ന. അതിലെ ജൂതയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരിലല്ല പിന്നീട് അവർ അറിയപ്പെട്ടത്. മറിച്ച് അവരിലെ മൂത്ത പുത്രനായിരുന്ന ജൂതയുടെ പേരിലാണ് ആ വംശം തന്നെ, ആ സമൂഹം തന്നെ പിന്നീട് അറിയപ്പെട്ടത്. ആ ജൂത സമുദായം അങ്ങേയറ്റം ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്ന് അവർക്കിടയിൽ തൗറാത്ത് ലഭിക്കപ്പെട്ട ഒരു സമുദായം. ആ സമുദായത്തിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമയുടെ ജന്മം ഉണ്ടാകുന്നത്. ആ ജന്മം ഉണ്ടാകുന്നത് മറിയം ബീവി അലൈഹി സ്വലാമയിലൂടെയാണ്. ഈ മറിയം ബീവി അലൈഹി സ്വലാം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്രാൻ കുടുംബത്തിൽപ്പെട്ട
അവർക്ക് ആ കാലഘട്ടത്തിൽ അങ്ങേയറ്റത്തെ വലിയ ബഹുമാനവും ബഹുമതിയും ഒക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇമ്രാൻ കുടുംബത്തിലേക്കാണ് ഈ മറിയം ബീവി അലൈഹിസ്സലാം ജനിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഇമ്രാനും ഹന്ന ദമ്പതികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കുടുംബമാണ്. ഒരു അനന്തരവകാശി ഇല്ലാതെ തങ്ങളുടെ വേരറ്റു പോകുമോ എന്ന ഭയം സ്വാഭാവികമായി അവർക്കുണ്ടാകുന്നു. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത് കാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉ ദുആ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യം, അള്ളാഹുവെ നീ എനിക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്യണമെന്ന പ്രാർത്ഥന ഉണ്ടാവുകയും അള്ളാഹുവെ ഹന്ന ഗർഭിണിയാകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവോട് ഞാനിതാ ഈ കുട്ടിയെ നേർച്ചയാക്കിയിരിക്കുന്നു. അന്നത്തെ ഒരു പതിവനുസരിച്ച് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണം, പള്ളിയുടെ അവിടെയുള്ള പരിചരണങ്ങൾക്കും പള്ളിയിലെ മറ്റ് പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിനും കുട്ടികളെ നേർച്ചയാക്കുന്ന ഒരു പതിവ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ പുണ്യപ്രവർത്തനമായിക്കൊണ്ടാണ് അന്നു തന്നെ മനസ്സിലാക്കപ്പെട്ടിരുന്നത്. അള്ളാഹുവിന്റെ ദേവാലയങ്ങളിൽ സേവനങ്ങൾ അനുഷ്ഠിക്കുക, അള്ളാഹുവിന്റെ പള്ളികളിൽ സേവനം അനുഷ്ഠിക്കുക, ഇത് വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഹന്ന അള്ളാഹുവിനോട് തീർച്ചയായും നേർച്ച നേരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേർച്ചയെ യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നേർച്ച വിധിയെ മാറ്റാനൊന്നും നേർച്ചയെ കൊണ്ട് സാധ്യമല്ല. അഥവാ നിർബന്ധമല്ലാത്തൊരു കർമ്മം നമ്മുടെ മേൽ നിർബന്ധമാക്കുന്നതിനെയാണ് നമ്മൾ നേർച്ച എന്ന് പറയുന്നത്. ആ നേർച്ചയുടെ കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആ നേർച്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ രൂപത്തിലുള്ള നേർച്ചയെ അള്ളാഹു അംഗീകരിക്കുകയും അത് വിശ്വാസികളുടെ ഗുണമാണ് അത് പൂർത്തീകരിക്കുന്നത്. അതിനുദാഹരണമായി കൊണ്ട് നമുക്ക് ഖുർആനിൽ കാണാവുന്നതാണ് ഈ ഹന്ന ബീവിയുടെ നേർച്ച എന്നുള്ളത്. അങ്ങനെ എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്, ഫലമ്മാ വദഅതുഹാ, തീർച്ചയായും അവർക്ക് നാം ഒരു സന്താനത്തെ നൽകി. അവിടെ പ്രാർത്ഥനക്കൊടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ അവർക്ക് നൽകുന്ന സന്ദർഭം. ഈ സന്ദർഭത്തിൽ അവർ പറയുന്നു, ഖാല റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ, റബ്ബേ എനിക്കുണ്ടായത് ഒരു പെൺകുഞ്ഞാണ്. ഞാൻ ആഗ്രഹിച്ചത്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ആൺകുഞ്ഞിനെയാണ്, പക്ഷെ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഒരു പെൺകുഞ്ഞിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ആയത്തിലൂടെ പറയുന്നുണ്ട്, വല്ലാഹു അഅലം, അല്ലാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്തിനെ കുറിച്ച്, അവൾ പ്രസവിച്ചതിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു ആണെന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ആ നേർച്ചയെ പൂർത്തിയാക്കുവാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കുട്ടിക്ക് പേരിടുന്നു, സമ്മൈതുഹാ മറിയം, അവർക്ക് മറിയം ബീവിയുടെ ജന്മം ഉണ്ടാകുന്നു. ഈ ജന്മത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും തീർച്ചയായും പിശാചിന്റെ ഒരു സ്പർശനം ഉണ്ടാകും. എല്ലാ കുട്ടികൾക്കും അതുണ്ടാകും. അതുകൊണ്ടാണ് അവർ കരയുന്നത് ആദ്യത്തെ പ്രാവശ്യമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ ഈ സ്പർശനമേൽക്കാത്ത രണ്ട് കുട്ടികളെ ഉള്ളൂ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്ന് മറിയം ബീവിയാണ്, രണ്ടാമത്തേത് ഈസാ നബി അലൈഹിസ്സലാമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തായിരുന്നാലും മറിയം ബീവി അലൈഹിസ്സലാമയുടെ ജന്മം ഉണ്ടാകുന്നു. അവിടെ വെച്ചുകൊണ്ട് ആ മാതാവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, ഈ പിശാചിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം പ്രാപിക്കുന്നു. ഈ കുട്ടിക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഹന്ന ബീവിയെ നമ്മൾക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ഖുർആൻ ആ പ്രാർത്ഥന അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഹദീസുകൾ ഇതേ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും പിശാചിന്റെ ജന്മസമയത്ത് പിശാചിന്റെ സ്പർശമേൽക്കാത്ത ഒരു കുട്ടിയുമില്ല. പക്ഷേ അത് ഏൽക്കാത്ത 2 കുട്ടികളെ ഉള്ളൂ. ഇല്ല മറിയം ഇബ്നഹ, ഈസാ നബിയും മറിയം ബീവിയുമാണ് ആ 2 കുട്ടികൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ഉദ്ധരിക്കുന്ന 4548 ഹദീസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബുഖാരി ഉദ്ധരിക്കുന്ന 3286 ഹദീസിലും കൃത്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 2ാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക, പിശാച് അവനെ കുത്തുവാൻ വേണ്ടി പുറപ്പെട്ടു, എന്നാൽ മറമ്മേലാണ് അവൻ കുത്തിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അങ്ങനെ ഗർഭത്തിലുള്ള ആ കുട്ടി അങ്ങനെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, മറിയം ബീവിയായി വളരുന്നു. അവരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച നേരുവാൻ, അവരാ നേർച്ച പൂർത്തിയാക്കുവാൻ തയ്യാറാകും. അതൊരു വിശ്വാസിയുടെ ഗുണമാണ്. നേർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നേർച്ച അത് പൂർത്തിയാക്കുന്നത് തീർച്ചയായും വിശ്വാസികളുടെ ഗുണമാണെന്ന് തന്നെയാണ് ഖുർആനിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായിരുന്നാലും ഇവരുടെ മാതൃ സഹോദരി മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരി വിവാഹം കഴിച്ചിരിക്കുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹം അവിടെയുള്ള പ്രവാചകനാണ്. ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിലെ പ്രവാചകനാണ്. അദ്ദേഹം സുലൈമാൻ നബിയുടെ പരമ്പരയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഭാവികമായും പുരോഹിതന്മാരിൽ ആരാണ് ഈ കുട്ടിയുടെ മേൽനോട്ടം വഹിക്കേണ്ടത് ഇതവർക്കിടയിൽ ചർച്ചയാകും. അങ്ങനെ അവസാനം നറുക്കെടുപ്പിലെത്തുകയും ആ നറുക്ക് വീഴുന്നത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമക്കുമാണ്. അവർ തമ്മിൽ സ്വാഭാവികമായും കുടുംബ ബന്ധമുണ്ട്. എന്തായിരുന്നാലും ആ സക്കരിയ നബി അലൈഹിസ്സലാമയുടെ
പരിഗണനയിലും ലാളനയിലും മറിയം ബീവി അലൈഹിസ്സലാം മുന്നോട്ട് പോകുന്നു. അവർ മുന്നോട്ട് ജീവിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാമയുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ വളരുകയാണ് മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം. അവർ അങ്ങേയറ്റം കൃത്യമായി കൊണ്ട് പുരോഹിതന്മാരുടെ ലാളനയെ വളരുകയും എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അതോടൊപ്പം ഇബാദത്തുകളോട് അങ്ങേയറ്റത്തെ താല്പര്യം കാണിക്കുകയും ചെയ്തുവെന്ന് ഖുർആനിന്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു അവരെ കറാമത്ത് കൊണ്ട് ആദരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഇഷ്ടപ്പെട്ട വ്യക്തികളിലൂടെ ചില അമാനുഷികമായ സംഭവങ്ങൾ പുറത്തേക്ക് കാണിപ്പിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മൾ കറാമത്തുകൾ എന്ന് പറയുന്നത്. പ്രവാചകന്മാർക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മുഅ്ജിസത്ത് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കറാമത്ത് മഹദിയായ മറിയം ബീവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കറാമത്ത് കഥകൾ അടിച്ചുവിടുന്നവരുണ്ട്. പലതരത്തിലുള്ള കറാമത്ത് കഥകളാണ്. എന്തൊക്കെയോ പല രൂപത്തിലുള്ള വിമാനം പറന്നു പോകുന്ന വിമാനത്തെ തിരിച്ചുവിട്ട കഥകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഒരു മുറിയിൽ യാതൊരു തരത്തിലുള്ള ഒരു എക്യുപ്മെന്റ്സിന്റെ ആവശ്യവും ഇല്ലാതെ പലതരത്തിലുള്ള ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയ കഥകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല പണ്ഡിതന്മാരും പല വേഷധാരികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കറാമത്ത് എന്നുള്ളത് അള്ളാഹു എനിക്ക് നൽകിയാൽ തന്നെ, എന്റെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിച്ചാൽ തന്നെ അതെനിക്ക് തോന്നുമ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാവുന്ന ഒരു അത്ഭുത സിദ്ധിയൊന്നുമല്ല. മറിച്ച് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഇനി ഈസാ നബിയുടെ മോചിതത്തിനെ കുറിച്ച് നമ്മൾ പറയും. അവിടെയും അള്ളാഹു പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് വടിയുണ്ട്. ആ വടി നിലത്തിട്ടാൽ പാമ്പാകും, യാതൊരു സംശയവുമില്ല. ആ മൂസാ നബി അലൈഹി സ്വലാം ആ വടി കൊണ്ടൊടിച്ച് ചെങ്കടൽ രണ്ടായിക്കൊണ്ട് പിളർന്നിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം എപ്പോഴും നിലത്തിട്ടാൽ അത് പാമ്പായി മാറുന്നില്ല. മറിച്ച് അള്ളാഹു കൽപ്പിക്കുകയും ആ കൽപ്പിക്കുമ്പോൾ നിലത്തിടുമ്പോഴും മാത്രമാണ് അത് പാമ്പായി തീരുന്നത്. അഥവാ അവർക്ക് അതിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോ അവർക്ക് അതിന്റെ മേൽ യാതൊരു നിയന്ത്രണമോ ഇല്ല. അള്ളാഹു കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മോചിതത്തുകൾ പറയുമ്പോൾ അള്ളാഹു ഓരോ മോചിതത്ത് പറയുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് പറയും, അള്ളാഹുവിന്റെ ഇതിന് കൊണ്ട് മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ചില സൂഫിയാക്കൾ ഉണ്ടാക്കിയ കഥകൾ വായിക്കുമ്പോൾ, കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കയ്യിലെന്തോ ഒരു അത്ഭുത സ്ഥിതിയുള്ളതുപോലെ തോന്നുമ്പോഴെല്ലാം, അവർ വിചാരിക്കുമ്പോഴെല്ലാം ഇതിങ്ങനെ പ്രകടമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ കറാമത്തുകൾ അവതരിപ്പിക്കുന്നവരുണ്ട്. അത് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സാധൂകരിക്കാത്ത ഒരു സംഭവമാണ്. എന്തായിരുന്നാലും സക്കരിയ നബി അലൈഹി സ്വലാം മിഹ്റാബിനോട് അടുത്തു തന്നെയുള്ള ഒരു മുറിയിലാണ് മഹദിയായ മറിയം ബീവിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തപ്പെട്ടത്. അവരുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച, ആ കാലഘട്ടത്തിൽ ആ സമയത്ത് ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഭക്ഷ്യവിഭവങ്ങൾ, പഴവർഗ്ഗങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഉഷ്ണകാലത്ത് മാത്രം ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ അവർക്ക് മറ്റൊരു കാല സമയത്ത് ലഭിക്കുന്നു. അതേസമയം ഉഷ്ണ സമയത്ത് അവർക്ക് ശൈത്യ സമയത്ത് മാത്രം ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്നു. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഈ കാഴ്ച കാണുന്ന സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആരോട് ചോദിക്കുന്നു? മറിയം ബീവിയോട് ചോദിക്കുന്ന ചോദ്യം, കലയാ മറിയമു അന്നാലക്കി ഹദ, എവിടെ നിന്നാണ് നിനക്കിത് ലഭിച്ചത്? മറിയം, എങ്ങനെയാണ് നിനക്കിത് കിട്ടുന്നത്? അവിടെ വെച്ചുകൊണ്ട് മറിയം ബീവി അലൈഹിസ്സലാം പറയുന്നുണ്ട്, കാലത്തുഹുവ മിൻ ഇൻദില്ല, ഇതെന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, എന്റെ റബ്ബിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ആദ്യത്തെ സന്ദേശം അത് തന്നെയാണ്. ആ ചരിത്രത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അത് തന്നെയാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ റിസ്ക് നൽകുന്നതാണ്. ഇതൊരു യാഥാർത്ഥ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മൾക്ക് റിസ്ക് നൽകും, യാതൊരു സംശയവും വേണ്ട. ഖുർആൻ പറയുന്നത് വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവന് വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. പലപ്പോഴും പലതരത്തിലുള്ള തെറ്റുകളിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും തിന്മകളിലേക്കും മനുഷ്യൻ പോകുമ്പോൾ അവൻ പറയാറുള്ളത് വേറെ വഴികളില്ലാഞ്ഞിട്ടാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് അധിക ആളുകളും ദീനിന്റെ കാര്യത്തിൽ പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ വരുമാനത്തിന്റെ കാര്യത്തിലാണ്, അതുപോലെ തന്നെ ഉപജീവനം തേടുന്ന കാര്യത്തിലാണ് പല ആളുകളും ദീനിൽ പരാജയപ്പെട്ടു പോവുക. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം വേറെ വഴിയില്ലായിട്ടാണ്, വേറെ വഴിയില്ല, മറ്റൊരു മാർഗമില്ല, ഇതാണ് പറയാനുള്ളത്. പക്ഷെ ഖുർആൻ കൃത്യമായി കൊണ്ട് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്നതാണ്. അവൻ ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം തന്നെയാണ് ഇവിടെ മറിയം ബീവി അലൈഹിസ്സലാം ഇവിടെ കൃത്യമായി കൊണ്ട് ആവർത്തിക്കുന്നത്. തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള കണക്കുമില്ലാതെ അള്ളാഹു വാരിക്കോരി നൽകും. അള്ളാഹുവിന്റെ ഖജാനകൾ വിശാലമാണ്. അതുകൊണ്ട് മനുഷ്യരെ ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. ഈ സന്ദർഭം വളരെ പ്രസക്തമാണ്. ഇത് കാണുന്ന
സക്കരിയ നബി അലൈഹിസ്സലാം ഈ കാഴ്ച കാണാണ്, ഈ സംസാരം കേൾക്കാണ്. തനിക്കൊരു മകൻ ഉണ്ടായിട്ട് തന്റെ ഭാര്യ മച്ചിയാണ്, ഇനിയൊരു ഒരു മകന് ജന്മം നൽകാൻ അവരെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസം സൂറത്തു മറിയമിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ പ്രായമായി, എന്റെ മുടി നരച്ചുപോയി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും സാധ്യമല്ല. എന്നിട്ടും അദ്ദേഹം നിരാശയില്ലാതെ ദുആ ചെയ്യുന്ന മഹാനായ സക്കരിയ നബി അലൈഹി ഇസ്ലാമയെ നമുക്ക് കാണാം. എന്നിട്ട് ഈ കാഴ്ച കാണുന്ന അദ്ദേഹം ഉടനെ പോവാണ്. അടുത്ത സൂക്തങ്ങൾ നമ്മുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധമില്ലാത്തത് കൊണ്ട് കൂടുതൽ അതിലേക്ക് ചെല്ലുന്നില്ല. മറിച്ച് അദ്ദേഹം ഉടനെ പ്രാർത്ഥിക്കുന്നു, റബ്ബേ നീ എനിക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്യണേ, എന്നോട് പ്രാർത്ഥിച്ച് ഞാൻ നന്ദി കെട്ടവനായിട്ടില്ല. അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അവരുടെ അടുക്കലേക്ക് കടന്നു വരികയും നിനക്കൊരു സന്താനം, യഹിയ എന്ന് പറയുന്ന ഒരു സന്താനം നിനക്ക് ജനിക്കാൻ പോകുന്നുവെന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, ഇവിടെ ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്ന്, എത്ര കാലമായി സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് എത്രത്തോളം മനോഹരമാണ്. റബ്ബിനെ കുറിച്ച് ഏറ്റവും നല്ല പ്രതീക്ഷ, റബ്ബെ നിന്നോട് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഞാൻ നന്ദി കെട്ടവനായിട്ടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ അതിലൊക്കെ ഒരു എത്ര സമയം ആ പ്രാർത്ഥനയുടെ ദൈർഘ്യം ഉണ്ടാകും, എത്ര കാലം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും. ചോദിച്ചാൽ തന്നെ ആ സമയത്ത് അള്ളാഹുവിനെ അറിയാം അതെപ്പോഴാണ് നൽകേണ്ടത്, ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്, നമ്മൾക്ക് എപ്പോൾ നൽകുമ്പോഴാണ് അത് ഏറ്റവും ഹൈറായിരിക്കുന്നത്, ഇത് അറിയുന്നത് റബ്ബാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിൽ ഒരു അമാന്തവും വരുത്താതിരിക്കുക, ചോദിക്കുന്നതിൽ ഒരു ആലസ്യവും വരുത്താതിരിക്കുക, ചോദിക്കുന്നതിൽ ഒരു നിരാശയും വരുത്താതിരിക്കുക. റബ്ബ് എത്രയോ തവണ അങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യം അത് മാത്രമാണ്. ചോദിക്കൂ, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നൽകാം. എന്റെ അടിമകളെ, നിങ്ങൾ എത്ര പാപം ചെയ്താലും നിരാശപ്പെടേണ്ടതില്ല, ഞാൻ പുറത്തു തരും. അതുകൊണ്ട് ആ ഒരു പാഠം ഇവിടെ കൃത്യമായി കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് ആ സംസാരത്തിൽ നിന്ന്. എന്തായിരുന്നാലും മറിയം ബീവി അലൈഹിസ്സലാമെ അവരുടെ ഇബാദത്തുകളിലും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള അടിമത്തത്തിലും വളരെ ശക്തമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണം കടന്നു വരാനുണ്ട്. മലക്കുകൾ ആ മറിയം ബീവി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് പറയുന്നു, തീർച്ചയായും യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി, തീർച്ചയായും വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, മറിയമെ തീർച്ചയായും നിന്നെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തഫ്സീറിൽ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ പ്രവാചകന്മാരോട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട്. യാ മറിയം മുഖ്നത്തി റബ്ബിക വസ്തുതി വർക്കഈ മാറാഖീൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്യുകയും റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുകയും തലകുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പൊ എന്താണ്, പ്രവാചകന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകപ്പെടുമ്പോൾ വലിയൊരു പരീക്ഷണം അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അള്ളാഹുവിന്റെ പരീക്ഷണം ആർക്കാണ് ഉണ്ടാവുക? കൂടുതൽ ഞാൻ കുറെ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്നുണ്ട്, അത് നിങ്ങളെ പരീക്ഷണത്തിൽ നിന്ന് തടയുന്നതിനുള്ള ഒരു കാരണമല്ല. മറിച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കും തോറും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകളാണുള്ളത് ജീവിതത്തിൽ. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക ആരെയാണ്? അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെയാണ്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുകയാരാണ്? അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യരാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങളെ അള്ളാഹു എന്നെ വെറുക്കുന്നു എന്നോ അല്ലെങ്കിൽ പരീക്ഷണങ്ങളെ അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളല്ല. മറിച്ച് അതിനേക്കാൾ അപ്പുറം അത് നിങ്ങളെ സ്നേഹിക്കുന്നു. അള്ളാഹു നിങ്ങളെ പാപങ്ങളെ മായ്ച്ചു കളയാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നിങ്ങളെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഇതിന്റെയൊക്കെ അടയാളങ്ങളായിക്കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായും അന്നഹും അംറുഹാ ബികത്റത്തുൽ ഇബാദി വൽ ഖുശൂഇ വൽ ഖുദൂഇ വസ്സുജൂദി വറുക്കൂ, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലമാ യുരീദുല്ലാഹു ബിഹാ മിനൽ അംരി അല്ലദീ ഖദ്ദറഹു വ ഖദാ, എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് രണ്ട് ദാറിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദറജ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിന്റെ ഒരു മുമ്പുള്ള കൃത്യമായിട്ടുള്ള ഉപദേശമാണ് കൂടുതൽ ഇബാദത്തുകളിലേക്ക് അടുക്കണം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറിയം ബീവി അലൈഹിസ്സലാം കൂടുതൽ ഇബാദത്തുകളിലേക്ക് അടുക്കുന്നു. അവരെ തീരുമാനിക്കുന്നു, ഒരു ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കുറച്ചു മാറി കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് അവർ ഒരു വീട് വെക്കുന്നു. ആ വീടിൽ അവർ ഇബാദത്തുകളുമായി കൊണ്ട് ജീവിക്കുകയും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന അവസ്ഥ അവരിൽ നിന്നുണ്ടാകുന്നുവെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഖുർആൻ അത് പറയുന്നു. ഖുർആൻ സൂചിപ്പിക്കുന്നത് 19-ാം അധ്യായം 17-ാം സൂക്തം, വദ്കുർ ഫിൽ കിതാബി മറിയ ദംബറത മിൻ അഹ്ലിഹ മക്കാന ശർഖിയ, കിഴക്ക് ഭാഗത്തുള്ള ആരും കാണാതിരിക്കുവാൻ വേണ്ടി കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത്, അവിടെയാണ് അവർ കൃത്യമായി കൊണ്ട് ഇബാദത്തുകളുമായി കൊണ്ട് ജീവിക്കുന്നത്. ആരും കാണാതിരിക്കാൻ വേണ്ടി ഒരു മറയെ കൂടി അവിടെ വെച്ചുകൊണ്ട് മറിയം ബീവി അലൈഹിസ്സലാം സ്വീകരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കൂടുതൽ ഇബാദത്തുകളുമായി കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ആ പരീക്ഷണം വരുന്നത്. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മറിയം ബീവി അലൈഹിസ്സലാം സംഭവിക്കുന്നത്. പിതാവില്ലാതെ ഒരു പുരുഷനുമായി കൊണ്ട് സംസർഗമില്ലാതെ
ഒരു പുരുഷന്റെയും സ്പർശമേൽക്കാത്ത മറിയം ബീവി അലൈഹി സ്വലാമക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു. നമ്മൾക്കത് ആലോചിക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക? ഈ കുഞ്ഞുണ്ടായിരിക്കുന്നത് പിതാവില്ലാതെയാണ്. ഒരു പുരുഷനുമായിക്കൊണ്ട് അവിഹിതമായിക്കൊണ്ടോ വിഹിതമായിക്കൊണ്ടോ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക? ഒരു സാധ്യതകളുമില്ല. അങ്ങനെയുള്ള ഒരു വലിയ പരീക്ഷണമാണ് മറിയം ബീവി അലൈഹി സ്വലാമക്ക് ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ജിബ്രീൽ അലൈഹി സ്വലാം രൂപം മാറിക്കൊണ്ടാണ് അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കാലത്തിന്നെ അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകാനും ഞാൻ അള്ളാഹുവിനെ തൊട്ട് ഈ ഒരു പ്രയാസത്തെ തൊട്ട്, കാരണം അന്യപുരുഷനാണ് കടന്നു വരുന്നത്, അവരവിടെ കാണിക്കുന്ന ഒരു സൂക്ഷ്മതയാണ് ഖുർആൻ വരച്ച് കാണിക്കുന്നത്. എന്തായിരുന്നാലും ആ ഇടപെടലിൽ നമ്മൾക്ക് മാതൃകയുണ്ട്. അവിടെ ഭീതിയോടെ ഒരു ആപത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഈ ഒരു പ്രവൃത്തിയെ തൊട്ട്, ഇതിന്റെ ഫിത്നയെ തൊട്ട് നീ എന്നെ രക്ഷിക്കണേ എന്നുള്ളത് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തായിരുന്നാലും പിന്നീട് അവിടെ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം തന്റെ വരവിന്റെ ഉദ്ദേശം പറയുകയാണ്. മറിയം അലൈഹി സ്വലാമിയോട് പറയുന്നത് തീർച്ചയായും ഇന്നാനുബശ്ശിറുക ബിഗുലാം, പല ആയത്തുകളിലൂടെ അള്ളാഹു ഇത് കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്. തീർച്ചയായും മറിയമേ നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. തീർച്ചയായും മറിയം ബീവി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട് തിരിച്ച്, തീർച്ചയായും വലം യംസസ്നി ബശർ, ഞാനൊരു പുരുഷനുമായിക്കൊണ്ട് മറ്റൊരാളുമായിക്കൊണ്ട് ഒരു തരത്തിലുള്ള സംസർഗത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല, ഒരു ലൈംഗിക ബന്ധത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ല, വിഹിതമായ അവിഹിതമായ ഒന്നിലേക്കും ഞാൻ പോയിട്ടില്ല. എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി അവിടെ വെച്ചുകൊണ്ട് മലക്കുകൾ അറിയിക്കുന്നുണ്ട്. തീർച്ചയായും കാര്യങ്ങൾ ഇപ്രകാരം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണ്. ഖുർആൻ പല സ്ഥലത്ത് പല വാക്യങ്ങളിലായിക്കൊണ്ട് ഇതേ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമയുടെ ജനനം അതാണ്. ഒന്ന് മാതാവും പിതാവും ഇല്ലാതെ ഒരു ജന്മം, അത് നമ്മൾ ആദം നബി അലൈഹി സ്വലാമിലൂടെ കാണുകയാണ്. അതുപോലെ തന്നെ മാതാവില്ലാതെ പിതാവില്ലാതെ ഒരു ജന്മം അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടാണ്, ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലായിക്കൊണ്ടാണ് ഇതിനെ അയക്കുന്നത്. ഈസാ നബിയുടെ ജന്മം ഉണ്ടാകുന്നത് ആയത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. വറഹ്മത്തൻ മിന്നാ, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവുമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. വകാന അംറൻ മഖ്ളിയ, തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ തീരുമാനിക്കപ്പെട്ട ഒരു കാര്യവുമാകുന്നു അത്. എന്തായിരുന്നാലും മറിയം ബീവി അലൈഹി സ്വലാം ഗർഭിണിയാവുകയാണ്. സത്യത്തിൽ ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പാഠം. ഈസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മളുടെ ആ ഒന്നാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പാഠം ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷണങ്ങളിൽ തളരാതിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരീക്ഷണം. ജീവിതത്തിൽ മുഴുവൻ തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഭയഭക്തിയോടുകൂടി ജീവിച്ച മറിയം ബീവി അലൈഹി സ്വലാം, അവർക്ക് ഗർഭം ഉണ്ടാകുന്നു. ജനങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തും? സമൂഹത്തോട് എന്തു പറയും? വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് മറിയം അലൈഹി സ്വലാം കടന്നു പോകുന്നത്. അവിടെ വെച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് അറിയിക്കുന്നുണ്ട് ഈസാ നബി അലൈഹി സ്വലാമയുടെ മഹാത്മ്യത്തെ കുറിച്ച്, ആ ജനിക്കുന്ന മകനെ കുറിച്ച്, ആ മകൻ ഉണ്ടാക്കുന്ന വലിയ മാറ്റത്തെ കുറിച്ച് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് മലക്കുകളിലൂടെ അറിയിക്കുന്നുണ്ട്. ഖുർആൻ അധ്യായം 3 45 മുതൽ 47 സൂക്തം വരെ അത് അത്തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കുറിച്ച് സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഗർഭിണിയാകുന്നു മഹദിയായ മറിയം ബീവി. അവർക്ക് പ്രസവ വേദന വളരെ ശക്തമാകുന്നു. ആരും കൂടെയില്ല. അവർ നടന്നുകൊണ്ട് താഴെയുള്ള ഒരു ഈത്തപ്പനയിലേക്ക് ചാരിയിരിക്കുകയാണ്. ഒറ്റപ്പെടലുണ്ട്, അവഗണനയുണ്ട്, എല്ലാ തരത്തിലും വലിയ വേദനയിലും പ്രയാസത്തിലുമാണ് മറിയം അലൈഹി സ്വലാം ഉള്ളത്. അവര് പറയുന്ന ഒരു രംഗം ഖുർആനിൽ കാണാൻ സാധിക്കും. എത്രത്തോളം അവരുടെ പ്രയാസത്തിന് ആഴമാണ് ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാലത്തി ആലൈതനി മിത്തു ഖബല ഹാദാ, ഇതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. ഒരു വിശ്വാസം ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവർ സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് ഞാൻ മാഞ്ഞു പോയിരുന്നെങ്കിൽ. കാരണം അത്ര വലിയ പ്രയാസമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇതിന്റെ തഫ്സീർ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്ന് അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർ ഭയപ്പെട്ടു. അതുപോലെ തന്നെ ജനങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചും അവർ ഭയപ്പെട്ടു. അവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ അത് പറഞ്ഞു പോയി എന്നാണ് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്ര വലിയ വേദനയാണ്, നമ്മൾക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ് മറിയം ബീവി അലൈഹി സ്വലാമയുടെ വേദന ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു, ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തെ കൊതിക്കാൻ പാടില്ല. അതിയായത്തിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഒരാൾ മരണത്തെ ആഗ്രഹിക്കരുത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ പ്രയാസത്തിലൂടെ കടന്നു പോയാലും മരണത്തെ ആഗ്രഹിക്കുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരും. മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങൾ വരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ സംഭവിച്ചാൽ, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുവേ, എനിക്ക് മരണമാണ് ഉത്തമമെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ. ഈ ദുആ നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഒരിക്കലും മരണത്തെ കൊതിച്ചു പോകരുത്, ആഗ്രഹിച്ചു പോകരുത്. പ്രവാചകൻ അതിന് പറയുന്ന ഒരു കാര്യം ഇതാണ്. തീർച്ചയായും നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നെ കർമ്മം ചെയ്യാൻ അവസരമില്ല.
എന്നിട്ട് പ്രവാചകൻ പറയുന്ന ഒരു കാര്യം, നിശ്ചയം ഒരു വിശ്വാസിക്ക് അവന്റെ ആയുസ് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. നന്മയില്ലാതെ ഒരു വിശ്വാസിക്ക് അവന്റെ ആയുസ് വർദ്ധിപ്പിക്കുകയില്ല. മുസ്ലിം ഉദ്ധരിക്കുന്ന 2686 ഹദീസ്, 82 ഹദീസ് സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം, നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കരുത്, കൊതിക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിങ്ങൾക്ക് അല്ലാഹു നന്മയാണ് വർദ്ധിപ്പിച്ചു തരിക, നിങ്ങളിൽ നിന്ന് നന്മയാണ് ഉണ്ടാവുക. ഇനി ആ ഒരു സന്ദർഭത്തിലെത്തിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ പ്രവാചകൻ പറയുന്നു, അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ ജീവിപ്പിക്കണേ, അല്ലെങ്കിൽ മരണമാണ് ഉത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണം. ഇതല്ലാതെ നിങ്ങൾ മരണത്തെ കൊതിക്കുന്ന, മരണത്തെ ആഗ്രഹിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുതെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്തായിരുന്നാലും ആ രൂപത്തിൽ വരെ അത്ര ആഴത്തിൽ അവരെ ആ പരീക്ഷണം മൂടുകയാണ്. നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതാ ജനങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ജനങ്ങൾ വളരെയധികം വളരെ മോശമായിക്കൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. എന്താണ് മറിയം, നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല, നീ ഹാറൂനിന്റെ ഹാറൂനിന്റെ സഹോദരിയാണല്ലോ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങേയറ്റത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറിയം ബീവി അലൈഹി ഇസ്ലാമയെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു എന്ന രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടൊക്കെയുള്ള സംസാരങ്ങൾ നമുക്കത് ഉണ്ടാക്കാവുന്ന, ഒരു ജീവിതകാലം മുഴുവൻ ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ജീവിച്ച ഒരു സ്ത്രീ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ അള്ളാഹു ഒരു വലിയ അധാർമികതയിൽ ഏർപ്പെട്ടു എന്ന പേരിൽ അങ്ങനെ ആളുകൾ ദൂഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം, അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. ആ ഒരു പാഠമാണ്. ആ പരീക്ഷണത്തിലും തളരാതെ മുന്നോട്ട് പോകുന്ന മറിയം ബീവി അലൈഹി ഇസ്ലാമയെ നമ്മൾക്ക് കാണാം. അള്ളാഹുവിന്റെ ശമനം ഉണ്ടാകുന്നു. ഇത് ഉറപ്പാണ്, ഇത് നമ്മൾക്ക് ഉറപ്പാണ്. ഏത് പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അലാ ഇന്ന നസ്റല്ലാഹി കരീം, അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്താണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. പ്രവാചകൻ മരിക്കുന്ന സന്ദർഭത്തിൽ ആകെ ഉമ്മത്തിനോട് പറഞ്ഞ അവസാനത്തെ വസിയത്തുകളിൽപ്പെട്ടതൊന്ന്, നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത് അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുൽ ളന്ന് കൊണ്ടല്ലാതെ, നല്ല വിചാരം കൊണ്ടല്ലാതെ. അപ്പൊ ഇവിടെയും കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കും, അള്ളാഹു വിളിക്കുന്നു. ആ വിളിയുടെ ഒരു മധുരം നമ്മൾ മനസ്സിലാക്കണം. അലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തകി സരിയ, അറിയമേ നീ വിഷമിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. തീർച്ചയായും നിന്റെ താഴ്ഭാഗത്ത് ഒരു അരുവി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നിരിക്കുന്നു. നീന്തപ്പന മരത്തിന്റെ അടുക്കലേക്ക് നീ പോവുക, എന്നിട്ട് അതിനെ പിടിച്ചു കുലുക്കുക. നിനക്ക് ഋതുപഞ്ചനീയ, നിനക്ക് നല്ല ഈത്തപ്പഴം അത് തീർച്ചയായും നൽകുന്നതാണ്, അത് ഇട്ടു തരുന്നതാണ്. അത് തിന്നുകയും കുടിക്കുകയും കൺകുളിർത്തിരിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകൾ വളരെയധികം നമ്മളൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അത് വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് കുളിരേകുന്ന, നമ്മുടെ മനസ്സിന് ആശ്വാസമേകുന്ന വചനങ്ങൾ. 19-ാം അധ്യായം 24 മുതൽ 26 വരെ സൂക്തങ്ങൾ. എന്തായിരുന്നാലും ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ, ഞാൻ അള്ളാഹുവിന് വേണ്ടി വ്രതം അനുഷ്ഠിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിക്കുകയില്ല, മൗനവ്രതത്തിലാണ് എന്ന് നീ പറയുകയും ചെയ്യുക, ആളുകളുടെ പ്രയാസത്തിൽ നിന്ന്. എന്തായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് മറിയം ബീവി അലൈഹി ഇസ്ലാമയോട് അറിയിച്ചു കൊടുക്കുന്നത്. 2 അഭിപ്രായങ്ങൾ ആ കാര്യത്തിലുണ്ട്. അല്ല, അത് വയറ്റിലുള്ള കുഞ്ഞാണ് എന്ന അഭിപ്രായവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് എന്നുള്ളതാണ്. എന്തായിരുന്നാലും അല്ലാഹുവിന്റെ ആശ്വാസം വന്നെത്തുന്നു. അങ്ങനെ ഏറ്റവും ദുർബലമായ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ സഹായവും എല്ലാം ലഭിക്കപ്പെടുന്നു മറിയം ബീവി അലൈഹി ഇസ്ലാമക്ക്. അങ്ങനെ എന്തായിരുന്നാലും പ്രസവ വിവരം ജനങ്ങളൊക്കെ അറിയുന്നു. എന്തായിരുന്നാലും ഓരോരുത്തരായി വന്നുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ അവര് പറയുന്നത്, ഞാൻ മൗനവ്രതത്തിലാണ്. ആ സമൂഹത്തെ സമീപിച്ച സന്ദർഭം നമുക്ക് കാണാം. തീർച്ചയായും തന്റെ ആളുകളുടെ അടുത്ത് ചെന്നപ്പോ, മറിയമേ, വളരെ മോശമായ കാര്യമാണല്ലോ നീ ചെയ്തത്. എന്നിട്ട് അവര് പറയുന്നു, ഹാറൂനിന്റെ മകളെ, തീർച്ചയായും നിന്റെ ഉമ്മ ഇങ്ങനെ ആയിരുന്നില്ല, നിന്റെ ഉപ്പ ഇങ്ങനെ ആയിരുന്നില്ല. ഈ രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് മറിയം ബീവി അലൈഹി ഇസ്ലാം ഒക്കെ കാണാൻ ലഭിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട, ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ ഉണ്ടാകും, ചില സമയങ്ങൾ ഉണ്ടാകും, നമ്മളെ ആരും ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത, നമ്മളെല്ലാം തെറ്റുകാരെന്ന് ആരും മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത, എല്ലാ തെളിവുകളും നമ്മൾക്കെതിരെ നിൽക്കുന്ന, പക്ഷേ നമ്മൾക്കറിയാം നമ്മൾ ശരിയായിരുന്നു, നമ്മളത് എന്തുകൊണ്ടാണ് നിർവഹിച്ചത് എന്ന ബോധ്യം നമ്മുടെ മനസ്സുകളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മറിയം ബീവിയുടെ ചരിത്രമാണ് നമുക്ക് ഇവിടെ പാഠമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതേ ചരിത്രമാണ് ആയിഷ ബീവിയുടെ ചരിത്രം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഇതേപോലെ വ്യഭിചാരോപണം ഉണ്ടായി. ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ അതിൽ പിടിച്ചു നിന്നു, ക്ഷമിച്ചു നിന്നു. അള്ളാഹുവിന്റെ സഹായം വന്നെത്തി. ലോകത്തിലെ മുഴുവൻ മനുഷ്യരും ആ ചരിത്രം സ്മരിക്കുന്ന, അവരെ ആദരിക്കുന്ന, അവരുടെ ചാരിത്രത്തെ ഓർക്കുന്ന സന്ദർഭമാണ് തീർച്ചയായും ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും അവരോട് കൃത്യമായി കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആശാറത്തിയിലായി താൻ ജനിച്ച ആ കുട്ടിയുടെ തൊട്ടിലേക്ക് കൈ ചൂണ്ടുകയാണ് മറിയം ബീവി ചെയ്തത്. വേറെ ഒന്നും ചെയ്തില്ല. ആ തൊട്ടിലേക്ക് കൈ
ചൂണ്ടുകയാണ്. അപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട് കാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. ഈ തൊട്ടിയുള്ള കുട്ടി എങ്ങനെയാണ് ഈ കളിയാക്കണോ എന്നുള്ള രൂപത്തിലാണ് അവർ ചോദിക്കുന്നത്. ഈ തൊട്ടിയുള്ള കുട്ടി ഞങ്ങളോട് എന്ത് പറയാനാണ്? അവിടെ വെച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ നമ്മൾ സൂചിപ്പിച്ചത് ജനനമാണ്. ആ ജനനത്തിന് ഭാഗമായ പരിസ്ഥിതിയും സന്ദർഭങ്ങളുമാണ്. ഇനി രണ്ടാമത്തെ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം നമ്മൾക്ക് നൽകുന്ന കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷകളിൽ, പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ തളരാതെ മുന്നോട്ട് പോവുക, കൂടുതൽ റുക്കുകളും സുജൂദുകളും വർദ്ധിപ്പിക്കുക, അള്ളാഹുവിന്റെ സഹായം അരുവികളായിക്കൊണ്ട് ഋതുപഞ്ചരിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം മധുരം നൽകുന്ന, നമുക്ക് കരുത്തേകുന്ന ഈത്തപ്പനകളെ പോലെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാനുണ്ട്. അള്ളാഹുവിന്റെ ആശ്വാസം വളരെ അടുത്താണ്. അത് സന്ദർഭമാകുമ്പോൾ, സമയമാകുമ്പോൾ നമ്മിലേക്ക് അതിങ്ങനെ വന്നു ചേരും. പേടിക്കേണ്ടതില്ല. രണ്ടാമത്തേത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. തൊട്ടിൽ വെച്ചൊരു കുട്ടി സംസാരിക്കുകയാണ്. ആ സംസാരം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്രൈസ്തവ വിശ്വാസിയോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ആയത്തുകൾ നമ്മൾ ഓതിക്കൊടുക്കാതെ പോകരുത്. അവരോട് പ്രബോധനം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് നിങ്ങളുടെ മതത്തിൽ ജീസസ് എന്ന് ചോദിച്ചാൽ, യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആയത്തുകൾ നമ്മൾ പറയാതെ പോകരുത് എന്നുള്ളതാണ്. ഈ ഒരു സംസാരം മുഴുവൻ ആയത്തിലേക്ക് ചുരുക്കാവുന്നതാണ്. അത്ര മനോഹരമായി ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅൽനി നബിയ. തൊട്ടിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാം സംസാരിക്കുകയാണ്. ഒന്നാമത്തേത് ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. എല്ലാ ക്രൈസ്തവ വിശ്വാസത്തിന്റെ എല്ലാ അടിത്തറകളെയും തരിപ്പണമാക്കുന്ന ഒന്നാമത്തെ സംസാരം, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, 3 ദൈവങ്ങളിൽ ത്രിയേകത്തിലെ ഒരു ദൈവവുമല്ല, ഒരു അസ്തിത്വവുമല്ല, മറിച്ച് ഞാൻ ദൈവത്തിന്റെ അടിമയാണ്, പടച്ചവന്റെ അടിമയാണ്. ഇനി അബ്ദുല്ലാഹ് കിതാബ്, അവൻ എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു. ഇഞ്ചീൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു. വജഅൽനി നബിയ, എന്നെ നബിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ മനോഹരം. സത്യത്തിൽ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ ഈ വിശ്വാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെയോ മോശയെയോ നമ്മൾ തള്ളി പറയുന്നില്ല, മറിച്ച് അവരെല്ലാം നമ്മൾ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നു. ആരെങ്കിലും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവഹേളിച്ചാൽ നമ്മൾ അതിനെ ശക്തമായി കൊണ്ട് പ്രതികരിക്കുന്നു. നമ്മുടെ പ്രവാചകനാണ്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞതുപോലെ വിശ്വാസി സമൂഹമേ നിങ്ങൾ പറയുക, ഒരു ആമന്നാബില്ല, ഞങ്ങൾ പറയാണ് ആമന്നാബില്ല, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. ഇബ്രാഹിം അബ്രഹാം പ്രവാചകനിലേക്ക് ഇറങ്ങിയതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് ഇറങ്ങിയതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്ഹാഖിലേക്ക് ഇറങ്ങിയത് യാക്കൂബ്, അവരിലേക്ക് ഇറങ്ങിയതല്ല, അള്ളാഹുവിന്റെ സമാധാനം അവരുടെ മേലുണ്ടാകട്ടെ. ഈ ആളുകളിലേക്ക് ഇറങ്ങിയതിനെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈസാ നബിക്ക് ഇറങ്ങിയതിൽ അവരെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, അവരെല്ലാം മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിമാണ്. ആ മുസ്ലിമാണെന്ന പ്രഖ്യാപനമാണ് നമ്മൾ കാണുന്നത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു, എന്നെ പ്രവാചകനായിരിക്കുന്നു. വജഅൽനി മുബാറകൻ ഐനമാ കുന്ത്, ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ മേൽ അവന്റെ ബറക്കത്ത് ചൊരിയുന്നതാണ്, ബറക്കത്ത് നൽകുന്നതാണ്. വഔസാനി ബിസ്സല, എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശം? വഔസാനി ബിസ്സല, എന്നോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, എന്നെ ഉപദേശിച്ചിട്ടുള്ളത് നമസ്കാരത്തെ മുറുകെ പിടിക്കാനാണ്. സക്കാത്തിനെയും മാദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇത് രണ്ടിനെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശം? നമസ്കാരവും സ്വലാത്തും അതുപോലെ തന്നെ സക്കാത്തും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമ്പത്തുണ്ടെങ്കിൽ സക്കാത്ത് നൽകണം. പലപ്പോഴും സ്വലാത്തിന്റെ കാര്യത്തിൽ പൊതുവെ ശ്രദ്ധയുള്ളവരാണ്. അതേസമയം സക്കാത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ പോലും പലർക്കും യാതൊരു തരത്തിലുള്ള ഒരു പ്രാധാന്യവും അതിൽ കൽപ്പിക്കാത്തവരുണ്ട്. അത് ശരിയല്ല. നമസ്കാരം പോലെ നിർബന്ധ കർമ്മങ്ങളിൽ പെട്ടതാണ് സക്കാത്ത്. നിസാബെത്തിയാൽ, ഹൗല് തികയുമ്പോൾ നിസാബെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നമസ്കാരവും അതുപോലെ തന്നെ സ്വലാത്തും അത് മുറുകെ പിടിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരാണ്, അപ്പൊ നമ്മൾ സൂചിപ്പിച്ചത് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജന്മം ഉണ്ടാകുന്നു. ജനങ്ങൾ മറിയം ബീവി അലൈഹി ഇസ്ലാമിയെ ചോദ്യം ചെയ്യുന്നു. ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് തൊട്ടിലേക്ക് ചൂണ്ടുമ്പോൾ തൊട്ടിൽ വെച്ച് കുട്ടി സംസാരിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജന്മം അത്ഭുതമാണ്. ദൈവത്തിന്റെ പുത്രനായിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ 3 ദൈവത്തിന്റെ അസ്തിത്വങ്ങളിൽ ഒരു അസ്തിത്വമായി കൊണ്ടോ അല്ല. ഇസ്ലാം കൃത്യമായി കൊണ്ട് ആ തൊട്ടിൽ വെച്ചുള്ള സംസാരത്തെ പറയുന്നതിലൂടെ എല്ലാ വാദങ്ങളെയും പൊളിച്ചു കളയുന്നുണ്ട്. ഇനി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു എന്നെ റസൂലാക്കിയിരിക്കുന്നു, എനിക്ക് വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. രണ്ടാമത്തേത്, എന്നോട് റബ്ബ് കൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹം എന്റെ മേലുണ്ടാകും, ബറക്കത്തുണ്ടാകും. അള്ളാഹുവിന്റെ തുബൂത്തുൽ ഖൈറുൽ ഇലാഹി ഫീ കുല്ലി ഷൈ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ നന്മ സ്ഥിരമായി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ബറക്കത്ത് എന്ന് പറയുന്നത്.
ബർക്കത്ത് എന്താണ് എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പലപ്പോഴും നമ്മുടെ നാവിലേക്ക് എപ്പോഴും വരുന്ന ഒരു വാക്കാണ് ബർക്കത്ത് ഉണ്ടാകുക, ബർക്കത്ത് ഉണ്ടാകുക. അതിനൊരുപാട് മാർഗങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്തായിരുന്നാലും അള്ളാഹുവിന്റെ ബർക്കത്ത് ഞാൻ എവിടെയായിരുന്നാലും ഉണ്ടാകും, അതാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തേത്, എന്നോട് നമസ്കരിക്കാനും അതുപോലെ തന്നെ സക്കാത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുറുകെ പിടിക്കാൻ, ഈ രണ്ട് കാര്യങ്ങളെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബനു ഇസ്രായേലിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണമായിക്കൊണ്ട് ഖുർആൻ പറയുന്നത് ഖലഫ മിൻ ബഅദിഹിം ഖലഫുൻ, അവർക്ക് ശേഷം ആ സമുദായങ്ങൾക്ക് ശേഷം മറ്റു ചില സമുദായങ്ങൾ വന്നു. അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്ത പ്രവർത്തനം വത്തബഉ ശഹവാത്ത്, അല്ലാഹു സ്വലാ വത്തബഉ ശഹവാത്ത്, അവർ നമസ്കാരം പാഴാക്കി. രണ്ടാമത്തേത്, അവർ ദേഹേച്ഛകളെ പിന്തുടർന്നു. ഈ രണ്ട് പതനങ്ങളാണ്, അപജയങ്ങളാണ് അവർക്ക് സംഭവിച്ചത്. നമസ്കാരം അതീവ ഗൗരവമുള്ളതാണ്, യാതൊരു സംശയവും അതിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. അതോടൊപ്പം സക്കാത്തും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പരിഗണിക്കണം. പലപ്പോഴും നിസ്കാരം എല്ലാം കൃത്യമായി നിർവഹിക്കുന്നവർ പോലും ഇത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ അതിലെന്തോ ഒരു വീഴ്ച വരുത്തുന്നവരായിക്കൊണ്ട് കാണാൻ സാധിക്കാറുണ്ട്. അത് നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മളത് ശ്രദ്ധിക്കുന്നവരായിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ വബറം ബിവാലിദത്തി വലം യജ്അൽനി ജബ്ബാറൻ ശക്കിയ, തീർച്ചയായും എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്ന അടുത്ത കാര്യം എന്നുള്ളത് എന്റെ മാതാവിനോട് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എന്റെ മാതാവിനോട് ഏറ്റവും നന്നായി പെരുമാറാനാണ്. അതുപോലെ തന്നെ അവൻ എന്നെ നിഷ്ഠൂരനും അതുപോലെ തന്നെ ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല എന്ന് കൂടി മറിയം അവിടെ വെച്ചുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം പറയുന്നു. അപ്പൊ മാതാപിതാക്കൾക്ക് ബിറുൽ വാലിദൈ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. ആ തൊട്ടിൽ വെച്ച് തന്നെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന്റെ പ്രാധാന്യവും ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ജനിക്കുന്ന ദിവസവും യൗമ ഉലിതു വയൗമ അമൂതു വയൗമ ബഅതു അയ്യ, ഞാൻ ജനിക്കുന്ന ദിവസം, ഞാൻ മരിക്കുന്ന ദിവസം, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സമാധാനം എന്റെ മേൽ നൽകുന്നതാണ്, ചൊരിയുന്നതാണ്. ദാലിക ഈസ ഇബ്നു മറിയം, ഇതാകുന്നു ജീസസ്, ഇതാകുന്നു യേശു, ഇതാകുന്നു ഈസാ നബി അലൈഹിസ്സലാം. ഖൗലുൽ ഹഖ്, അതാകുന്നു അദ്ദേഹം പറഞ്ഞ സംസാരങ്ങൾ, അതാകുന്നു സത്യം. അല്ലദീ ഫീഹി മുഖ്തദു, അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ ക്രൈസ്തവർക്കിടയിലും ജൂതന്മാർക്കിടയിലും, ജൂതന്മാർ അവരെ വ്യഭിചാരപുത്രനായിക്കൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാമയെ കാണുമ്പോൾ, അതോടൊപ്പം ദൈവപുത്രനായിക്കൊണ്ട് ക്രൈസ്തവ സമൂഹം കാണുമ്പോൾ, അതൊന്നുമല്ല, അള്ളാഹുവിന്റെ അടിമയായ, അള്ളാഹുവിന്റെ പ്രവാചകനായ, അള്ളാഹുവിൽ നിന്ന് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു പ്രവാചകനായിക്കൊണ്ടാണ്. അതായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മധ്യകാലഘട്ടത്തിലുള്ള സംസാരം, അദ്ദേഹത്തിന് പ്രായമാകുമ്പോഴുള്ള സംസാരവും ഖുർആൻ പറയുന്നുണ്ട്. ഇതേ ആശയങ്ങൾ തന്നെയാണ്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്ക്, നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് അനുസരണം കാണിക്കാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഫഅബ്ദു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം, ഫഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഈ തൗഹീദിന്റെ സന്ദേശങ്ങൾ നിരന്തരമായിക്കൊണ്ട് പല ആയത്തുകളിലായിക്കൊണ്ട് മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക, അള്ളാഹുവിലേക്ക് ആരാധനകൾ അർപ്പിക്കുക. ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദു, എന്റെയും നിങ്ങളുടെയും റബ്ബ് അവൻ അള്ളാഹുവാണ്. ഫഅബ്ദു, നിങ്ങൾ അവൻ ആരാധിക്കുക. അലാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു, ഈ ഇസ്ലാമാകുന്നു നേരായ മാർഗം, ചൊവ്വായ മാർഗം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂസാ നബി അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരും ഒരുപാട് ഉഴുതുമറിച്ച മണ്ണാണ് ഈ ബനു ഇസ്രായേലിന്റെ മണ്ണ് എന്ന് പറയുന്നത്. പക്ഷെ എന്തു ചെയ്യാം, അവർ കാലങ്ങളോളം ഈ ഗ്രീക്ക് ചിന്തകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസാചാരങ്ങളെ പുനർനിർവചിക്കുന്ന അവസ്ഥയുണ്ടാവുകയും അങ്ങേയറ്റം ദുഷിച്ചു പോവുകയും ചെയ്തു. അവർ സ്വന്തമായി കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, പലിശ ഹലാലാക്കുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള വൃത്തികേടുകൾ, വ്യഭിചാരങ്ങൾ, അങ്ങനെ പലതിനും സമൂഹത്തിൽ സാർവത്രികതയും അതുപോലെ തന്നെ സർവ്വ സംഗീകാരവും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെതിരെ ഈസാ നബി അലൈഹി ഇസ്ലാം കടന്നു വന്നുകൊണ്ട് ബൈബിൾ, അതുപോലെ തന്നെ ബൈബിളിലെ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുന്നത്, മോശ പഠിപ്പിച്ചത് എന്തോ പുതുതായി ഞാനൊന്നും പഠിപ്പിക്കുന്നില്ല, മോശ പഠിപ്പിച്ചത് എന്തോ അതിനെ കൃത്യമായി കൊണ്ട് നടപ്പിലാക്കാനാണ് എന്റെ കടന്നുവരവ് എന്ന് കൃത്യമായി കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ബൈബിളിൽ തന്നെ അത്തരം വചനങ്ങളും സംസാരങ്ങളും ഈസാ നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, എന്തായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ തൗഹീദ് ഉണ്ടായിരുന്നു, നമസ്കരിക്കുവാനും സക്കാത്ത് നൽകാനുമുള്ള കൽപ്പനകൾ ഉണ്ടായിരുന്നു, ബിറുൽ വാലിദൈൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനുണ്ട്, അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ കടന്നു വരാനുണ്ട്. അതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുൻ കഴിഞ്ഞു വന്ന പ്രവാചകന്മാരെ സത്യപ്പെടുത്തുകയും, ഞാൻ മോശയുടെ അനുയായിയാണ്, ആ മോശയുടെ വഴികളിൽ നിങ്ങൾ നടക്കണം, ഈ പ്രബോധനമാണ്. നമ്മളും അതേ ഒരു സന്ദേശമാണ് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരും അനുസരിച്ചൊരു വഴിയും ഇസ്ലാം, അള്ളാഹുവിലേക്ക് സമർപ്പിച്ച ആ മാർഗത്തെ മുറുകെ പിടിക്കണമെന്നാണ്
എല്ലാ സമൂഹത്തോടും പറയുന്നത്. ക്രൈസ്തവരോട് നമ്മൾക്ക് പറയാനുള്ളതാണ്, ഈസാ നബിയുടെ വഴികളിലൂടെ നിങ്ങൾ നടക്കുക. അതുപോലെ തന്നെ മോശയുടെ അനുയായികളോട് പറയാനുള്ളത് തന്നെയാണ്. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ, യൂസുഫ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ ആ മാർഗത്തിലേക്ക് നിങ്ങൾ തിരികെ വരിക. അവർ മുശ്രിക്കായിരുന്നില്ല, അവർ കാഫിറായിരുന്നില്ല, അവരാ ഇത്തരത്തിലുള്ള ബിംബങ്ങളെ അല്ലെങ്കിൽ കബറുകൾ ആരാധിക്കുന്നവരായിരുന്നില്ല. അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവരായിരുന്നു. ഇത് ഖുർആൻ പല സ്ഥലത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഓരോ പ്രവാചകന്മാരുടെയും മരണത്തിന്റെ സന്ദർഭത്തിൽ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക? ഈ തൗഹീദിന്റെ കൈമാറ്റമാണ് അവിടെ കാണുന്നത്. ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയെ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. അതേ സന്ദേശത്തെ ഇങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ചെയ്തത്. പക്ഷേ യഹൂദ പ്രമാണിക്കരുടെയിടയിൽ ഇത് വലിയ പ്രയാസം ഉണ്ടാക്കാൻ, വലിയ അനസ്വാരം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമെ ഉപദ്രവിക്കാനും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം അവർക്കിടയിൽ ഇറങ്ങി ചെല്ലുകയും ഈ പ്രബോധനം നിർവഹിക്കുകയും എല്ലാ പ്രവാചകന്മാരുടെ പോലെ തന്നെയും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടായതും ഈ പാവങ്ങൾക്കിടയിലായിരുന്നു. നമ്മൾ ഹവാരിയങ്ങൾ, അപ്പോസ്തലന്മാർ എന്ന് മനസ്സിലാക്കുന്ന ഈ ഹവാരിയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശക്തി നൽകുന്നതായി കൊണ്ട് ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും. ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എനിക്ക് സഹായികളായിട്ടുള്ളത്? അവിടെ വെച്ചുകൊണ്ട് ഹവാരിയങ്ങൾ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിൽ വിശ്വസിച്ച, അദ്ദേഹത്തിന്റെ പ്രബോധനത്തെ മനസ്സിലാക്കിയ ആ സമൂഹം വിശ്വസിക്കുന്നു, തീർച്ചയായും നെഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് താങ്കളുടെ സഹായികളാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംഘത്തെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രബോധനം മുന്നോട്ട് പോകുന്നു. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ പ്രബോധനം അസത്യമാണെന്ന് പ്രചരിപ്പിക്കുന്നു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് മോചിതത്തുകൾ നൽകുന്നു. ഈ മോചിതത്തുകൾ കൊണ്ട് അദ്ദേഹം പലരുടെയും വെള്ളപ്പാണ്ട് മാറ്റുന്നു. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക്, അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു. പലതരത്തിലുള്ള മോചിതത്തുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് അതിനൊന്ന് ഊതിയാൽ അത് ജീവനുള്ളവരായി കൊണ്ട് പറന്നു പോകുന്നു. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിഹിദിനില്ല ഖുർആൻ ഓരോന്ന് പറയുമ്പോൾ ആവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അപ്പോ ഇന്ന് നാട്ടിൽ ചില വ്യാജ ഔലിയാക്കൾ അവരിങ്ങനെ പറയുന്നത് കേട്ടാൽ ഈ കറാമത്ത് എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മളിങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ സംഭവിക്കാവുന്ന ഒന്നാണ്. അങ്ങനെയല്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്ന് മാത്രമായിക്കൊണ്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ പ്രമാണിമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാകുന്നു. കാരണം ആളുകൾ കണ്ടുകൊണ്ട് കാണാം. കാരണം ഈ ഗ്രീക്ക് ചിന്തകൾ പഠിപ്പിച്ചു വെച്ചിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എംപിരിസിസം എന്ന് നമ്മൾ പറയുന്ന, അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം ഒന്നും ഉള്ളതിനെയും അവർ വിശ്വസിക്കില്ല. എല്ലാത്തിനെയും ദൈവത്തെ തന്നെ അവിശ്വസിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ നേരിട്ട് കാണുകയാണ് അത്ഭുതങ്ങൾ. സ്വാഭാവികമായും ആളുകൾ അതിലേക്ക് കൂടുതൽ അടുക്കുന്നു, ആളുകൾ വിശ്വസിക്കാൻ ആരംഭിക്കുന്നു. ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുകയും അവർ പലതരത്തിലുള്ള പ്രചരണങ്ങൾ അയച്ചു വിടുകയും ചെയ്യുന്നു. അങ്ങനെ പ്രചരണങ്ങൾ അവസാനം രാജാവിനെതിരെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സീസറിനെതിരെയാണ് എന്ന പ്രഖ്യാപനം ഉണ്ടാക്കുകയും അവിടെയുള്ള ന്യായാധിപന്മാരെ സ്വാധീനിക്കുകയും അങ്ങനെ ജൂത സമൂഹം അവസാനം ഈസാ നബി അലൈഹി ഇസ്ലാംക്ക് തൂക്കുകയർ വാങ്ങുന്നതിലേക്ക് വരെ കാര്യങ്ങളെ എത്തിക്കുന്നു. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമയെ കൊല്ലുവാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുവെന്നാണ്. പിന്നീടുള്ള ഇസ്രായേലി കഥകളാണ്. നമ്മൾക്ക് അതിനെ കുറിച്ച് വലിയ വ്യക്തതകൾ അതുമായി ബന്ധപ്പെട്ടില്ല. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്, ഒമാ ഖതലു ഒമാ സ്വലബു. ഈ ജൂതന്മാർ പറയും ഞങ്ങളാണ് ഈസാ നബി അലൈഹി ഇസ്ലാമയെ കൊന്നത്. ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഈ ജൂതന്മാർക്കെതിരെ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് യൂറോപ്പിലാണ്. അതിലുള്ള പ്രധാന കാരണം ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാം യേശുവിനെ കൊന്നുകളഞ്ഞ്, ജീസസിനെ കൊന്നുകളഞ്ഞത് ജൂതന്മാരാണ്. അതുകൊണ്ട് അവർക്കെതിരെയുള്ള വലിയ വെറുപ്പ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കൃത്യമായിക്കൊണ്ട് ജൂതന്മാർ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ കാലത്തിൽ യഹൂദരാക്കൾ പറയും ഇന്നാ ഖതൽനാഹു, ഞങ്ങളാണ് ആരെ കൊന്നത്? ഈസാ നബിയെ കൊന്നു. ഖുർആൻ പറയുന്നില്ല നിങ്ങൾ കൊന്നിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹു, നിങ്ങൾക്ക് അങ്ങനെ സാദൃശ്യപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്? അവിടെ പല ചരിത്ര ഭാഗങ്ങളുണ്ട്. എന്തായിരുന്നാലും നമ്മൾക്ക് അതിൽ നിന്ന് ഏറ്റവും ചുരുക്കത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യം, അദ്ദേഹത്തെ പോലെ സാദൃശ്യമുള്ള രൂപമുള്ള മറ്റൊരു വ്യക്തിയെയാണ് ഈ ജൂതന്മാരെല്ലാവരും ചേർന്ന് കുരിശിലേറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി. ഇനി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതിൽ പണ്ഡിത 3 അഭിപ്രായങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തായിരുന്നാലും അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് അതിനി വരും ക്ലാസ്സിൽ അത് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും അതുപോലെ തന്നെ മസീഹ് ദജ്ജാലിന്റെ വരവുണ്ട്. ആ മസീഹ് ദജ്ജാലിനെ വധിക്കുന്നതിന് വേണ്ടി ഈസാ നബിയുടെ പുനരാഗമനമുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രവാചകന്റെ പ്രവചനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. എങ്ങനെയായിരിക്കും ഈസാ നബി ഭരിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടം, അദ്ദേഹത്തിന്റെ മരണം, യഥാർത്ഥ മരണം, ഇവയെ കുറിച്ചൊക്കെ വരും ക്ലാസ്സുകൾ സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഈ കാലഘട്ടം വരെയാണ്
ഈസാ നബി അലൈഹി സ്വലാമിയുടെ ജീവിതം നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. ആ ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ തൗഹീദിന്റേതായിരുന്നു എന്ന് തന്നെയാണ് ഓരോ ആയത്തുകളിലും. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സമർപ്പിക്കുക, ഇത് തന്നെയായിരുന്നു ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ആ സമുദായം വഴിപിഴച്ചു പോയി. വഴിപിഴക്കുക മാത്രമല്ല, അങ്ങനെ പറഞ്ഞിരുന്ന ഒരു പ്രവാചകനെ തന്നെ ദൈവമാക്കുന്ന രൂപത്തിലേക്ക് ആ സമൂഹം വഴിപിഴച്ചു പോയി എന്നുള്ളതാണ്. എന്തായിരുന്നാലും നമ്മളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ അന്തിമ സമൂഹമാണ്. നമ്മളും ഒരു ഉമ്മത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേക്കും ഒരു പ്രവാചകനും കടന്നു വന്നിട്ടുണ്ട്. ആ തൗഹീദിനെ സംരക്ഷിക്കുക. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അത് തന്നെയാണ് ഇപ്പൊ എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതത്തിന്റെ സന്ദേശം. ആകത്തുക അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മുറുകെ പിടിക്കണം. അതിൽ നിന്ന് വഴിതെറ്റുന്ന പ്രവണതകൾ പ്രവാചകൻ പറഞ്ഞിട്ട് എന്റെ ഉമ്മത്തിലും ഉണ്ടാകും, എല്ലാ ഉമ്മത്തിലും സംഭവിച്ചതുപോലെ ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ പ്രചോദനം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തെ കുറിച്ച് ചില ഹദീസുകളൊക്കെ ഉണ്ട്. പ്രവാചകൻ ഒരു സ്വഹാബിയുമായി കൊണ്ടൊക്കെ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെയും അദ്ദേഹത്തിന്റെ ഈ രൂപത്തെയും. എന്തായിരുന്നാലും ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായി കൊണ്ട് ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ദൈവത്തിന്റെ പുത്രനാണ് എന്ന വാദത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. രണ്ടാമത്തേത് ആദിപാപ സിദ്ധാന്തം, ഇതിനെയും ഇസ്ലാം നിരാകരിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദിപാപ സിദ്ധാന്തം. ആദ്യമായി കൊണ്ട് ഹവ്വാ ബീവി പടച്ചവൻ വിലക്കപ്പെട്ട കനി, ആ വിലക്കപ്പെട്ട കനി കഴിച്ചുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി. അവിടെ വെച്ചുകൊണ്ട് ആദ്യത്തെ പാപം എല്ലാ മനുഷ്യരുടെ മേലും ഉണ്ടാകുന്നു. അതിനെ പ്രേരിപ്പിച്ചവൾ ആരാണ്? അത് ഹവ്വയാണ്. എന്ന ഒരു വായനയും എന്നൊരു ആശയവും നമ്മൾക്ക് കൃത്യമായി അതിൽ കാണാൻ സാധിക്കും. ഇസ്ലാം ഇതിനൊക്കെ നിരാകരിക്കുന്നുണ്ട്. ഹവ്വാ ബീവിയുടെ പ്രലോഭനം കൊണ്ടല്ല ആദം നബി അലൈഹി സ്വലാം ആ പഴം കഴിച്ചിട്ടുള്ളത്, മറിച്ച് രണ്ടുപേരെയും ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്തായിരുന്നാലും ജനിക്കുന്ന ഒരു മനുഷ്യന്റെ മേലും ഒരു പാപവുമില്ല. ഈ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് സ്വയം ദൈവം എന്ത് ചെയ്യുന്നു? മനുഷ്യനായിക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ച് കുരിശിലേറി ആ പാപത്തിന് മുഴുവൻ പരിഹാരമേകി മനുഷ്യർക്ക് ആദിപാപത്തിൽ നിന്ന് മോചനം നൽകി. ഇതാണ് ആദിപാപ സിദ്ധാന്തത്തിന്റെ ആശയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയും അങ്ങനെ ജനിക്കുന്നില്ല, ഒരു മനുഷ്യനും പാപിയായിക്കൊണ്ട് ജനിക്കുന്നില്ല. റസൂൽ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ജനിക്കുന്നത് ഫിത്രയില്ല, എല്ലാവരും ജനിക്കുന്നത് റസൂൽ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ സന്തതിയും ജനിക്കുന്നത് ഫിത്രയിലാണ്, വളരെ പ്രകൃതി ശുദ്ധമായ അവസ്ഥയിലാണ്. അവനെ പിന്നെ ക്രൈസ്തവനാക്കുന്നത് മജൂസിയാക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. എല്ലാം അവന്റെ മാതാപിതാക്കൾ, അവന്റെ ചുറ്റുപാടുകളാണ്, പരിസ്ഥിതികളാണെന്നാണ് റസൂൽ പറയുന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ വളരെ പ്രസിദ്ധമായ കാര്യമാണ് വലാതസിറു വാസിറത്തും വിക്ര. ഒരാൾ ചെയ്ത പാപത്തിന്റെ കുറ്റം മറ്റൊരാളെ ഏറ്റെടുക്കൂല. മനുഷ്യൻ ചെയ്തതേ ഉള്ളൂ, ഇതൊരു യാഥാർത്ഥ്യം. മനുഷ്യൻ ചെയ്തത് മനുഷ്യനേ ഉള്ളൂ, അല്ലാതെ ഒരാൾ ചെയ്തതിന്റെ പാപഭാരം മറ്റൊരാൾക്ക് ഉണ്ടാകുകയില്ല. ഏത് തരത്തിൽ നോക്കിയാലും ആദിപാപ സിദ്ധാന്തം ഇസ്ലാമിലില്ല. അതിനെ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പല ആശയങ്ങളെയും ഗണ്ണിക്കുന്നുണ്ട്. അവരിപ്പോ മറിയം ബീവി ആരാധിക്കുന്നു, ഈസാ നബി ആരാധിക്കുന്നു. ഖുർആൻ പറയുന്നു അവരൊക്കെ ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത്? അപ്പോ അതുപോലെ തന്നെ പല ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിച്ചതായും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വേദനിച്ചതായും മനുഷ്യ സഹജമായ എല്ലാ അവസ്ഥകളിലൂടെയും അവർ കടന്നു പോയിട്ടുണ്ട്. അവര് ദൈവങ്ങളല്ല എന്ന് തന്നെയാണ് ഖുർആനിന്റെ അസംബന്ധമായിട്ടുള്ള പ്രഖ്യാപനം. തൃത്വത്തോട് ഇസ്ലാം കൃത്യമായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ തൃത്വസങ്കല്പവും ഇസ്ലാമിൽ ഉള്ളതല്ല. ഈ തൃത്വസങ്കല്പം ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. ജൂതന്മാരോടും ക്രൈസ്തവരോടും ഖുർആൻ പറയുന്നത് ഇത് തന്നെയാണ്. താലൗഇലാ കലിമത്തിൻ ബൈനനാ വബൈനകും. നമ്മൾക്കിടയിലുള്ള സമമായ വാക്യത്തിലേക്ക് നിങ്ങൾ വരും. ഏതാണത്? അല്ലാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. ഇത് തന്നെയാണ് യേശു പഠിപ്പിച്ചത്, ഇത് തന്നെയാണ് മോശ പഠിപ്പിച്ചത്. അത് തന്നെയാണ് ആ ജീവിതത്തിന്റെ സന്ദേശവും. ഇത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ നമസ്കാരം, സക്കാത്ത്, അതുപോലെ തന്നെ മാതാപിതാക്കളോട് നന്മ ചെയ്യൽ, ഇതൊക്കെ ആ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായിരുന്നാലും ആ രണ്ട് ഘട്ടങ്ങളിലൂടെ ആ ചരിത്രത്തെ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഘട്ടം ഇൻഷാ അല്ലാഹ് മറ്റൊരു സദസ്സിൽ വെച്ച് ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ പരലോകത്ത് വെച്ച് സംഭവിക്കുന്ന ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. നാളെ മറിയം ബീവിയോടും ഈസാ നബിയോടും അല്ലാഹു ചോദിക്കും, നിങ്ങളാണോ നിങ്ങളെ ആരാധിക്കാൻ വേണ്ടി, നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവരോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമെന്ന്. അവര് പറയും, റബ്ബേ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയല്ലേ. അതിനെ നിഷേധിക്കുമെന്നാണ്. ഈ ശിർക്ക് ചെയ്യുന്ന, ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഇവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മുഴുവൻ പരലോകത്ത് വെച്ച് അവർ നിഷേധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാക്കുണ്ട്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ സമുദായത്തിന് പുറത്തു കൊടുക്കണേ. പ്രവാചകൻ അത് വായിച്ചിട്ട് ഖുർആൻ ആ ആയത്ത് ഓതി ഒരു രാത്രി മുഴുവൻ കരഞ്ഞിട്ടുണ്ട്. എന്നെ ഹദീസിൽ കാണാൻ സാധിക്കും. ആ രംഗം വളരെ വളരെ വേദനാജനകമായ ഒരു രംഗമാണ്. നാളെ അല്ലാഹു ചോദിക്കും,
ഇവരെ ആരാധിച്ച് ഇവരെ പൂജ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നാളെ പരലോകത്തെത്തുമ്പോൾ ഈ ആരാധ്യന്മാർ തന്നെ ഇവരെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ ശിർക്കിന്റെ ആളുകൾക്കും അതുണ്ടാകും. ഈ ഇവിടെ ഇപ്പോ CM വലിയ ഉദയം അതുപോലെ തന്നെ പലരെയും ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്താനോ അവർ വിളിച്ച് പ്രാർത്ഥിക്കാനോ ശ്രമിക്കുന്നവർ നാളെ പരലോകത്ത് വെച്ച് ഇവരെ നിഷേധിക്കുന്നതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദിന്റെ മഹത്വം കൂടി നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുക. അത് തന്നെയാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. നമ്മൾ അതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ അടുക്കൽ ഉണ്ട് എന്ന ബോധ്യപ്പെടലുകൾ ഉണ്ടാകുക. പരീക്ഷണത്തിന്റെ എത്ര വലിയ കൊടുങ്കാറ്റിലും അള്ളാഹുവിന്റെ സഹായമുണ്ട്. മറിയം ബീവി അനുഭവിച്ചതിനേക്കാൾ വലുതൊന്നും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല ജീവിതത്തിൽ. ചെറിയ ചെറിയ പ്രയാസങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ ഇനിയും വരാനുണ്ട്. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ക്ഷമിക്കുക, അതിൽ അള്ളാഹുവിന്റെ ആശ്വാസം നൽകുന്നതാണ്. അള്ളാഹു അതിലൂടെ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്, സന്തോഷങ്ങൾ നൽകുന്നതാണ്. പ്രകൃതി നിയമങ്ങളെ തെറ്റിച്ച് നിങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം നൽകും. നമ്മൾ എത്രയോ പ്രയാസങ്ങൾ പെട്ടിട്ടുണ്ട്, അള്ളാഹു സഹായിച്ചിട്ടില്ല. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന ആലോചിച്ച സന്ദർഭങ്ങളിൽ അള്ളാഹു നമ്മൾക്ക് വഴികൾ കാണിച്ചിട്ടില്ല. അത് കാണിച്ചു തരും. ഈ ബോധ്യമാണ് ഈ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തേത് തൗഹീദിനെ മുറുകെ പിടിക്കുക എന്ന ബോധ്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാവിന്റെയും മറിയമിന്റെ പുത്രൻ ഈസ, ആ ഈസയുടെയും മറിയമിന്റെയും ചരിത്രത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, സാംശീകരിച്ചിട്ടുണ്ട്. അത് പ്രചോദനമായിക്കൊണ്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമ അത് ഇമ്രാന്റെ പുത്രി മറിയമാണ്. അതുപോലെ തന്നെ ഫിറഔനിന്റെ ഭാര്യ. നിങ്ങളെ ഭർത്താവ് ആരെ എന്നുള്ളത് ഒരു ചോദ്യമല്ല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് റസൂൽ പറയുന്ന ഖദീജയാണ് ഈ കാലഘട്ടത്തിൽ ഈ സമുദായത്തിൽ ഏറ്റവും ഉത്തമ. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് പ്രവാചകൻ പുകഴ്ത്തുന്നുണ്ട്. ഏക പേര് അറിയിക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ഏക സ്ത്രീ അത് മറിയം ബീവി അലൈഹി ഇസ്ലാമാണ് പേരെടുത്ത് പറഞ്ഞു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായിരുന്നാലും ആ ചരിത്രമൊക്കെ വായിക്കുക, പ്രചോദനം ഉൾക്കൊള്ളുക, തൗഹീദിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ അത് സുനിശ്ചിതമാണ്, ഉറപ്പാണ്. ക്ഷമിക്കുക, മുന്നോട്ട് പോവുക. അള്ളാഹു വലിയ വലിയ അറിവുകളും സന്തോഷങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പരലോകത്തേക്കുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അറിയാനും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ഇരുത്തവും ശ്രദ്ധയും കേൾവിയും എല്ലാ തരത്തിലും അള്ളാഹു പ്രതിഫലാർഹമായ ഒരു അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. അഹ്ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.